അനുഗ്രഹീതമായ നല്ല ഒരാത്മീയ ഗാനം നമുക്ക് ശ്രവിക്കുവാൻ കഴിയും. ഈ ദേശത്തോടുള്ള മാറ്റമില്ലാത്ത സന്തോഷം വിളിച്ചറിയിക്കുവാൻ അനുഗ്രഹീതനായ കർത്തൃദാസൻ പാസ്റ്റർ സന്തോഷ് അവർകൾ ഈ ഭവനത്തിൽ ഇങ്ങോട്ട് കടന്നു വരും. ദേശത്തോട് മാറ്റമില്ലാത്ത നിത്യരക്ഷയെക്കുറിച്ചും താൻ നേരിട്ട അനുഭവ സാക്ഷ്യങ്ങളെ കുറിച്ചുമൊക്കെ ഈ ദേശത്തോട് വാത്സല്യ കർത്തൃദാസൻ അറിയിക്കുന്നതായിരിക്കും. ഏവരുടെയും ശ്രദ്ധയെ ഈ തരുണത്തിൽ ഞങ്ങൾ ഈ മൈക്ക് പോയിന്റിലേക്ക് ചോദിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരായ നാട്ടുകാർക്ക് ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള സന്ദേശമാണ് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന നമ്മുടെ ഈ കേരളം, വിദേശികൾ ഇതിന്റെ ഭംഗി കണ്ടിട്ടാണ് ഇവിടുത്തെ പച്ചപ്പും, നമ്മുടെ കേരളം നല്ല വഴക്കും ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എല്ലായിടവും സമാധാനമുള്ള ഒരു കാലഘട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയെ കൊല്ലുന്നു, ഭാര്യയെ കൊല്ലുന്നു, കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, പെറ്റ തള്ളയെ മകൻ കൊല്ലുന്നു, ജനിപ്പിച്ച അപ്പനെ മകൻ കൊല്ലുന്നു. എന്തിനേറെ പറയുന്നു, ഭാര്യയെ ഭർത്താവ് കൊല്ലുന്നു, ഭർത്താവിനെ ഭാര്യ കൊല്ലുന്നു, തലയ്ക്ക് അടിച്ചു കൊല്ലുന്നു, പിന്നെ ഗ്യാസ് കുത്തിക്കൊണ്ട് അടിച്ചു കൊല്ലുന്നു. നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എങ്ങും സമാധാനമില്ല, സന്തോഷമില്ല. എല്ലാവരുടെയും ജീവിതം ഒരു വല്ലാത്ത നിലവാരത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോലി കഴിഞ്ഞു വരുന്ന പ്രിയ പിതാവ് അദ്ദേഹത്തെ കാത്ത്, രാവിലെ ജോലിക്ക് പോകുന്ന പിതാവിനെ കാത്ത് മക്കളും ഭാര്യയൊക്കെ ഇരിക്കും. വൈകുന്നേരം അദ്ദേഹം ജോലി കഴിഞ്ഞ് അല്പം ക്ഷീണം മാറാൻ വേണ്ടിയായിരിക്കും കൂട്ടുകാരുമായിട്ടൊക്കെ അല്പം മദ്യം കഴിക്കുന്നത്. പക്ഷെ കഴിച്ചു തീരുമ്പോൾ പിന്നെയും കുടിക്കണമെന്ന് തോന്നും. വീട്ടിൽ കൊണ്ടുവരേണ്ട പൈസകളെല്ലാം അദ്ദേഹം മദ്യവും കഞ്ചാവും ഒക്കെ മേടിച്ച് ഉപയോഗിച്ച് കൂട്ടുകാരുമായിട്ടൊക്കെ അത് ഉപയോഗിച്ച് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, സന്ധ്യയായി തന്നെ കടന്നു വരുമ്പോൾ മദ്യത്തിച്ച് ലെവലില്ലാതെ വരുന്ന പിതാവിനെ കാണുമ്പോൾ ഭാര്യയും മക്കളും ഒക്കെ ഓടി ഒളിക്കുകയാണ്. അവരുടെ ജീവിതം ആ രാത്രി നരകതുല്യമായുള്ള ജീവിതമാണ്. ഞങ്ങളുടെ നാട്ടിൽ കൊല്ലം കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് സഹോദരങ്ങൾ തമ്മിൽ, ചേട്ടനും അനിയനും ഒരുമിച്ച് മദ്യം കഴിച്ചു, ചാരായം ഒരുമിച്ച് അവർ ഉപയോഗിച്ചിട്ട് രാത്രി വീട്ടിൽ വന്നിട്ട് രണ്ടുപേരും അടികൂടി, ചേട്ടനും അനിയനും അടികൂടി. പക്ഷേ ആ രാത്രിയത്തെ വഴക്കിന്റെ ഇടയിൽ സ്വന്തം അമ്മയുടെ, പെറ്റ അമ്മയുടെ മുമ്പിൽ വെച്ച് സ്വന്തം അനിയൻ ചേട്ടനെ ചുടുകട്ട കൊണ്ട് ഇടിച്ചു കൊന്നു. നേരം വെളുത്തപ്പോൾ ചേട്ടനെ കൊന്ന കേസിലെ പ്രതിയായി അനിയൻ കുണ്ട്ര പോലീസ് ലോക്കപ്പിൽ കിടക്കുക. പോലീസുകാർ വന്ന് പറഞ്ഞ്, നീ ഇപ്പോൾ ഒരു കൊലക്കേസ് പ്രതിയാ, കഴിഞ്ഞ രാത്രി നീ നിന്റെ സ്വന്തം ചേട്ടനെ ചുടുകട്ട കൊണ്ട് ഇടിച്ച് കൊന്ന് ആ ലോക്കപ്പിൽ കിടന്ന ആ മനുഷ്യൻ അലറി കരയുക. കഴിഞ്ഞ രാത്രി എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതും മദ്യവും കഞ്ചാവുമാ. അവൻ ആ ലോക്കപ്പിൽ കിടന്ന് അലറി കരയുക. കഞ്ചാവും ചാരായവുമാണ് എന്റെ സ്വന്തം സഹോദരനെ ചുടുകട്ട കൊണ്ട് ഞാൻ ഇടിച്ചു കൊല്ലാനുള്ള കാരണം. ആ മദ്യലഹരിയിലാണ് അതൊക്കെ നടക്കുന്നത്. എന്തിനേറെ പറയുന്ന കുണ്ട്ര പടപ്പകര എന്ന് പറയുന്ന സ്ഥലത്ത് സ്വന്തം മകൻ അമ്മയെ കഞ്ചാവ് മേടിക്കാൻ പൈസ ചോദിച്ചപ്പോൾ കൊടുക്കാഞ്ഞ് ചിറ്റികൾ കൊണ്ട് അടിച്ചു വന്നു. അത് തടസ്സം പിടിക്കാൻ വന്ന വലിയപ്പനെയും താൻ അടിച്ചു. രണ്ടുപേരും മരിച്ചു. കഞ്ചാവിന് വേണ്ടി മനുഷ്യൻ എന്തെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നു. പോലീസുകാര് പറയുന്നത് പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരും ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അവർക്ക് ധൈര്യത്തിന് വേണ്ടിയാണ് അവർ കഞ്ചാവും മയക്കുമരുന്നും ഈ വാറ്റുചാരായവും മറ്റ് മദ്യങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നതിന്റെ കാരണം അവർക്ക് ഈ കൊലപാതകങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ധൈര്യമുണ്ടാകാൻ വേണ്ടിയാണ്. അങ്ങനെയൊക്കെയാണ് നീചമായ ഒരുപാട് കൊലപാതകങ്ങൾ നമ്മുടെ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം മനുഷ്യനൊരു മാറ്റം ആവശ്യമാണ്.
ഇതിനെല്ലാം മനുഷ്യന് ഇതിൽ നിന്നെല്ലാം ഒരു വ്യത്യാസം ആവശ്യമായതുകൊണ്ടാണ് സുവിശേഷം ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത്. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാണ് ഞങ്ങളുടെ സുവിശേഷം. ഈ സുവിശേഷമാണ് കർത്താവ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമേ, യേശു ക്രിസ്തുവിനെ മാത്രമേ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയൂ. യേശു ക്രിസ്തു ജനിച്ചതുപോലെ ആരും ജനിച്ചില്ല. യേശു ക്രിസ്തു മരിച്ചതുപോലെ ആരും മരിച്ചില്ല. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. നമുക്കറിയാം, യേശുവിന്റെ ജനനം തന്നെ സകല മനുഷ്യനും ഉണ്ടാകാൻ പോകുന്ന മഹാസന്തോഷമാണ്. യേശു പരിശുദ്ധാത്മാവിലാണ് ജനിച്ചത്, കന്യകയിലാണ് യേശു ജനിച്ചത്. യേശുവിന്റെ ജനനം സകല മനുഷ്യനും സന്തോഷമുണ്ടാകാൻ വേണ്ടിയാണ്. യേശുവിന്റെ ജനനം എന്ന് പറയുന്നത് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. എന്തിനെന്ന് ചോദിച്ചാൽ, യേശു 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ യോഹന്നാന്റെ കൈക്കീഴിൽ എന്ത് ചെയ്തു? സ്നാനപ്പെട്ട യേശു. ആ യേശുവിന്റെ പരസ്യമായ ശുശ്രൂഷയിൽ അനേക രോഗികളെ സൗഖ്യമാക്കി, മുക്കുവന്മാരെ അവരുടെ ജീവിതത്തിന്റെ ശൂന്യതകളെ മാറ്റി, അവരെ അപ്പോസ്തലന്മാരാക്കി മാറ്റി, അവരെ മനുഷ്യനെ പിടിക്കുന്നവരാക്കി. ഒരിക്കൽ യേശു ക്രിസ്തുവിന് ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ വേണ്ടി യേശു പത്രോസിന്റെ പടകിനകത്ത് കയറി. ആ പടകിനകത്ത് കയറിയിട്ട് ജനത്തോട് ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞതിന് ശേഷം ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥയെ ദൈവം മാറ്റി. യേശു ക്രിസ്തു ഒരു ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു ഭവനത്തിനകത്ത് കടന്നു വന്നാൽ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റും. നിങ്ങൾ ഏത് മേഖലയുള്ള വ്യക്തിയാണെങ്കിലും, ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഇതൊരു മതത്തിന്റെ പ്രസംഗമല്ല, ഇതൊരു രാഷ്ട്രീയത്തിന്റെ പ്രസംഗമല്ല, ഇത് സകല ജനത്തിന്റെയും രക്ഷയുടെ സന്ദേശമായ കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയുടെ സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. ആ മനുഷ്യന്റെ പടക് കഴിഞ്ഞ രാത്രി മുഴുവനും ആ മനുഷ്യൻ ഒത്തിരി അധ്വാനിച്ചതാ, ഉറക്കം ഉളഞ്ഞതാ, കടലുമായിട്ട് നല്ല പരിചയമുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയോട് യേശു പറഞ്ഞു, പത്രോസ്, നീ മീൻ പിടിക്കാൻ വല ആഴത്തിലേക്ക് ഇറക്കാൻ. ആ മനുഷ്യൻ പറഞ്ഞു, നാളെ കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും എനിക്ക് കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. യേശുവിന്റെ വാക്കിന് ആ മനുഷ്യൻ വലയിറക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ശൂന്യത മാറി, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറി. അദ്ദേഹം യേശുവിന് വേണ്ടി പടക് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പടക് നിറഞ്ഞു, അദ്ദേഹത്തിന്റെ വല നിറഞ്ഞു. എന്തിനെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു കാര്യം മനസ്സിലായി, ഇതെന്റെ കഴിവ് കൊണ്ടല്ല, കഴിഞ്ഞ രാത്രി ഞാൻ മാറി മാറി വീശിയ സ്ഥലത്ത് തന്നെയാണ് ഇന്ന് ഈ പകലും അദ്ദേഹം വീശിയത്. ആ വീശിയ സ്ഥലത്ത്, വല ഇറക്കിയ സ്ഥലത്ത് ആഴത്തിൽ കിടന്ന നന്മകളും മീനുകളും അദ്ദേഹത്തിന്റെ വലയ്ക്കകത്ത് കയറി. അദ്ദേഹത്തിന്റെ ഒരു കാര്യം മനസ്സിലായി, അദ്ദേഹം യേശുവിന്റെ കാലിൽ വീണിട്ട് പറഞ്ഞു, ഞാനൊരു പാപിയായ മനുഷ്യനാ, എന്നെ വിട്ടുപോകണമേ. എന്റെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഒരു രൂപാന്തരമുണ്ടായി. യേശു ക്രിസ്തു അദ്ദേഹത്തെ ജീവിതത്തെ മാറ്റി അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ ഇന്ന് മുതൽ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. അദ്ദേഹത്തിന്റെ ചരിത്രത്തെ മാറ്റി, മുക്കുവനെ അപ്പോസ്തലനാക്കി മാറ്റി, മരിച്ചവരെ ഉയർപ്പിച്ചു, നാറ്റം വെച്ച് മരിച്ചു കല്ലറയ്ക്കകത്തായ നാറ്റം വെച്ച ലാസറിനെ യേശു ഒരു വാക്ക് വിളിച്ച്, ലാസറോ നീ പുറത്തു വരാൻ പറഞ്ഞപ്പോൾ മരിച്ചവൻ പുറത്തു വന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് അവസ്ഥകളെയും മാറ്റുവാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന് കഴിയും. നൈൻ പട്ടണത്തിലെ വിധവയുടെ മകനെ അടക്കാൻ കൊണ്ടുപോയ സ്ഥലത്തേക്ക് യേശു വരികയാണ്. വഴിമധ്യത്തിൽ അവന്റെ ആ തള്ളയെ വിധവയെ കണ്ടപ്പോൾ കർത്താവിന് മനസ്സലിഞ്ഞു. യേശു നിങ്ങളെ കണ്ടാൽ മനസ്സലിയുന്നവനാ. യേശു നിങ്ങളുടെ ആവശ്യം കണ്ടിട്ട് വഴിമാറിപ്പോകുന്നവനല്ല. ആ മഞ്ചത്തിൽ തൊട്ട് അവളോട് പറയുക, നീ കരയണ്ട. കരയുന്ന സഹോദരിയെ, കരയുന്ന സഹോദര, യേശു ഈ പകൽ നിങ്ങളോട് വിളിച്ചു പറയുക, നിങ്ങൾ കരയണ്ട. ഈ ദേശമേ നിങ്ങൾ കരയണ്ട. നിങ്ങളുടെ കണ്ണുനീര് കണ്ട് മറികടന്ന് പോകുന്ന ഒരു നസറേനായ യേശുവിനെ അല്ല ഞങ്ങൾ
പ്രസംഗിക്കുന്ന നിങ്ങളുടെ കണ്ണുനീരിനെ ഒപ്പുന്ന ഹൃദയം മുറുകിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കും. യേശു അവരോട് പറഞ്ഞു, നീ കരയണ്ട എന്ന് പറഞ്ഞു. യേശു കരയണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ആ വിഷയത്തിൽ നിങ്ങൾ കരയണ്ട. നിങ്ങൾ ഏത് വിഷയത്തിലാ ഈ ദേശത്തിലെ നിവാസികളെ, ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ നിങ്ങൾ കരയുന്നേ? ആ വിഷയത്തെ യേശു തൊടാൻ പോകുക. ആ മഞ്ചത്തിൽ തൊട്ടപ്പോൾ മരിച്ചവരെഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതവസ്ഥയിൽ മാറ്റുവാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന് കഴിയും. യായിറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം യേശുവിന്റെ കാൽക്കൽ വന്ന് വീണ് അദ്ദേഹത്തിന്റെ മകൾ മരണത്തോട് മല്ലടിക്കുകയാണ്. യേശു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിമധ്യത്തില്ല വീട്ടിൽ നാളെ എന്ന് പറഞ്ഞു, ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട, നിന്റെ മകൾ മരിച്ചുപോയി. യേശു പറഞ്ഞു, യായിറോസ് നീ ഭയപ്പെടേണ്ട, വിശ്വസിച്ച നിന്റെ മകള് ജീവൻ പ്രാപിക്കും, നിന്റെ മകള് രക്ഷ പ്രാപിക്കും. വിശ്വസിച്ച യേശുവിൽ വിശ്വസിച്ച ഒന്നുകൂടി ആഴത്തിൽ ആ മനുഷ്യൻ വിശ്വസിക്കുകയാണ്, തന്റെ മകള് രക്ഷ പ്രാപിക്കും. യേശു ആ മരണ വീട്ടിലേക്ക് ചെന്നു യായിറോസിന്റെ മകളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. യേശുവിന്റെ അടുത്ത് വരുന്നവരെ ആരെയും അവൻ കൈവിടകത്തില്ല. നിന്റെ വേദനകളെ കണ്ണുനീരിനെ കണ്ട് മറികടന്ന് പോകുന്ന ഒരു ദൈവമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് ദൈവം. മദ്യത്തിലും മയക്കുമരുന്നിലും ജീവിതത്തിന്റെ നരകമായ തുല്യ ജീവിതത്തിൽ തിരുവനന്തപുരം പൂയപ്പുര സെൻട്രൽ ജയിലിനകത്ത് ഞാൻ കിടന്ന എന്റെ ജീവിതത്തിൽ നസറേനായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ആ സമാധാനം എന്റെ ജീവിതത്തിൽ തന്നതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ നിന്ന് പരസ്യമായി ഞാൻ യേശുവിന്റെ ഒരു സാക്ഷ്യം പറയുന്നത്. യേശു ക്രിസ്തു എന്റെ ജീവിതത്തിൽ മദ്യം ചെറിയ പ്രായത്തിൽ തന്നെ 14 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ഞാൻ മദ്യം കഴിക്കുമായിരുന്നു, പുകവലിക്കുമായിരുന്നു. ഈ ലോകത്തിലെ ആരെയും എനിക്ക് പേടിയില്ലായിരുന്നു. എന്റെ അപ്പനുമായിട്ട് ഞാൻ ഒരുമിച്ച് മദ്യം കഴിക്കും. എന്റെ സ്വന്തം സഹോദരങ്ങളുമായിട്ട് ഒന്നിച്ച് ചാരായം കുടിക്കുന്ന വ്യക്തിയായിരുന്നു, ഒന്നിച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയായിരുന്നു. അവരുമായിട്ട് ഒന്നിച്ച് അപ്പനുമായിട്ട് ഒന്നിച്ച് ചാരായം കുടിച്ച് വഴക്കുണ്ടാക്കി കൊല്ലം സബ്ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്റെ സഹോദരങ്ങളുമായിട്ട് ഒന്നിച്ച് വഴക്കുണ്ടാക്കി പലരെയും വെട്ടുകയും കുത്തുകയും ചെയ്ത് പൂയപ്പുര സെൻട്രൽ ജയിലിനകത്ത് ഞാൻ ഒരുമിച്ച് കിടന്നിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ അനേക കേസുകളും അനേക കുറ്റകൃത്യങ്ങളും ചെയ്തു. ഒരിക്കൽ മദ്യലഹരിയിൽ ഞങ്ങൾ 4-5 പേർ ഒരുമിച്ച് മദ്യലഹരിയിൽ മദ്യം കഴിച്ച് അവരെ ആയിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ എന്റെ കയ്യിൽ നിന്ന് കടാര ഞാൻ ഊരി എന്റെ കൂടെയുള്ള ആളെ നെഞ്ചത്തിലേക്ക് കുത്തി ഞാൻ ഇറക്കി. മദ്യലഹരിയിലായിരുന്നു. അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ, ആ കേസുമായി പോലീസ് എന്നെ അതിക്രൂരമായി ഉപദ്രവിച്ചു. അവരെന്നെ അതിക്രൂരമായിട്ട് ഉപദ്രവിച്ചെങ്കിലും എന്റെ മനസ്സിനൊരു മാറ്റം ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് എന്റെ ഒരു കൂട്ടം ആൾക്കാർ മദ്യലഹരിയിൽ ഞാനൊരു വീട്ടിൽ നിന്ന് പൊളിക്കാനിട വന്ന് അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ ഓടി വന്ന് എന്റെ കൈയെല്ലാം വെട്ടി, എന്റെ ശരീരമെല്ലാം വെട്ടി, എന്റെ 19ാമത്തെ വയസ്സിൽ എന്റെ ശരീരമെല്ലാം വെട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായപ്പോൾ രാത്രി 3 മണി സമയത്ത് എന്റെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആ ഓപ്പറേഷൻ തിയേറ്ററുമായി കിടക്കുന്ന ഡോക്ടറുമായിട്ട് വലിയ വഴക്കുണ്ടാക്കി. എന്റെ മനസ്സിന് അവര് പച്ചയോട് ഈ ശരീരം അവർ ഓപ്പറേഷൻ ചെയ്ത് എന്നിട്ടും എന്റെ മനസ്സിനൊരു മാറ്റം ഉണ്ടായില്ല. ഒരുപാട് പേരെന്നെ അടിക്കുകയും വെട്ടുകയും കുത്തുകയും ഒരുപാട് ക്രൂരകൃത്യങ്ങൾ പോലീസിന്റെ 3-ാം മുറ 6 പ്രാവശ്യം എന്റെ ശരീരത്തിൽ അനുഭവിച്ചെങ്കിലും എന്റെ മനസ്സിനൊരു മാറ്റം ഉണ്ടായില്ല. എന്റെ ജീവിതത്തെ മാറ്റുവാൻ കോടതികൾക്കോ ജയിലുകൾക്കോ സബ് ജയിലുകൾക്കോ ഇവിടുത്തെ നിയമത്തിനോ അധികാരങ്ങൾക്കോ ഒരു ശക്തികൾക്കോ എന്നെ മാറ്റുവാൻ കഴിഞ്ഞില്ല. പക്ഷേ 2002 തിരുവനന്തപുരം പൂയപ്പുര സെൻട്രൽ ജയിലിൽ എന്റെ 25ാമത്തെ വയസ്സിൽ 24 ക്രിമിനൽ കേസുമായി അനേക കുറ്റകൃത്യമായി 24 ക്രിമിനൽ കേസുമായി പൂയപ്പുര സെൻട്രൽ ജയിലിനകത്ത് എന്റെ ജീവിതം കഞ്ചാവും മയക്കുമരുന്നും ജയിലിനകത്ത് കഞ്ചാവ് കൊണ്ടുപോയി അവിടെ ഉപയോഗിച്ച് ബൈബിള് വലിച്ചു കീറി ചീട്ടുണ്ടാക്കി ജയിലിനകത്ത് കളിച്ചു. എന്റെ ജീവിതം ജയിലിനകത്ത് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുവിശേഷകർ ഇതുപോലെ ജയിലിനകത്ത് വന്ന് ജയിലിന്റെ പള്ളിക്കകത്ത് വന്ന് ഞാൻ തകർന്നവനായി, ഞാനൊരു വലിയ ഭാവിയാണ്. എന്റെ ജീവിതത്തിൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണെങ്കിലും യേശു ക്രിസ്തു എന്തിനാ ജനിച്ചത്, എന്തിനാ മരിച്ചത്, എന്തിനാ ഉയർത്തെഴുന്നേറ്റൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്റെ 25ാമത്തെ വയസ്സിൽ പൂയപ്പുര സെൻട്രൽ ജയിലിനകത്ത് വെച്ച് 2 സുവിശേഷകർ എന്നോട് പറഞ്ഞു, സന്തോഷേ
നിന്റെ പാപത്തിന്റെ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത്. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് ഞാൻ ജയിലിനകത്ത് വെച്ച് ആദ്യമായിട്ടാണ് കേട്ടത്. ഞാൻ കരുതി യേശു ഒരു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മരിച്ച ദൈവമാണെന്ന് കരുതി. പക്ഷേ എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ 2002 പൂയപ്പുര സെൻട്രൽ ജയിലിനകത്ത് വെച്ച് യേശുവിനെ എന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. എന്റെ ഹൃദയത്തിനകത്ത് സമാധാനമുണ്ടായി, സന്തോഷമുണ്ടായി. ജയിലിനകത്ത് വെച്ച് എനിക്ക് സമാധാനവും സന്തോഷമുണ്ടായി. എന്റെ എല്ലാ കേസുകളും യേശു എന്നെ സ്വതന്ത്രമാക്കി. മദ്യത്തിനും മയക്കുമരുന്നുകളിലും എന്റെ എല്ലാ കൂട്ടുകെട്ടുകളിൽ നിന്നും യേശു എന്നെ സ്വതന്ത്രമാക്കി. ഇന്ന് സമാധാനമുള്ളവനായി, സന്തോഷമുള്ളവനായി 23 വർഷത്തിന് ശേഷം ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ യേശുവിന്റെ ഒരു സാക്ഷിയായി നിൽക്കുകയാണ്. 23 വർഷത്തിന് പുറമോട്ടുള്ള എന്റെ ജീവിതം നരകതുല്യമായ ജീവിതമായിരുന്നു. എന്നാൽ ഇന്ന് പകൽ സമാധാനമുള്ളവനായി, സന്തോഷമുള്ളവനായി, യേശു ക്രിസ്തുവിൽ കൂടെയുള്ള സമാധാനവും സന്തോഷവും എന്റെ ജീവിതത്തിൽ ഞാൻ രുചിച്ചറിഞ്ഞതുകൊണ്ട് ഈ ദേശത്തൊരു സാക്ഷ്യമായി നിൽക്കുന്നത്. ആ യേശു നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തരും, സന്തോഷം തരും. എത്ര ഭാരപ്പെട്ട വിഷയമാണെങ്കിലും, എത്ര നീറുന്ന വിഷയമാണെങ്കിലും, എത്ര മരണകരമായ വിഷയമാണെങ്കിലും യേശു നിങ്ങൾക്ക് സമാധാനം തരും, സന്തോഷം തരും. യേശു നിങ്ങളെ സ്നേഹിക്കുന്ന ആ നല്ലൊരു യേശുവിനെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. എന്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ല ഒരു ആത്മീയ സന്ദേശം തന്റെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ കോർത്തിണക്കിക്കൊണ്ട് ദേശത്തോട് അറിയിച്ച ദൈവഭക്തനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളിൽ പലരും പണ്ട് മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും ഒക്കെ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് തലവേദനയായി മാറിയിരുന്ന ജീവിതങ്ങളാണ്. എന്നാൽ യേശുക്രിസ്തു എന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിന് ഒരു പരിവർത്തനം ഉണ്ടാകുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നവരായി മാറുവാൻ യേശു എന്ന രക്ഷിതാവ് ഞങ്ങളെ സഹായിക്കാൻ ഇടയായി തീർന്നു. അനുഗ്രഹീതമായ നല്ല ആത്മീയ സന്ദേശം ദേശത്തോട് അറിയിച്ച ദൈവഭക്തനോടുള്ള നന്ദി അറിയിക്കുന്നു. വിവിധ ഭാരങ്ങളിലായിരിക്കുന്നവർ, ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി ഏറ്റുപറയുകയും ചെയ്യുമെങ്കിൽ നിത്യമായ രക്ഷ നൽകി താങ്കളെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന, താങ്കളെ രക്ഷിക്കുവാൻ കഴിയുന്ന നല്ല രക്ഷകനായ ക്രിസ്തു നമ്മുടെ മധ്യേ കടന്നു വന്നു. ആ യേശുവിന്റെ പാതാരബന്ധങ്ങളിലേക്ക് താങ്കളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? യേശുവേ, ഞാനൊരു പാപിയാണ് എന്ന് താങ്കളൊന്ന് ഏറ്റുപറയാമോ? നിത്യമായ രക്ഷ കൊണ്ട്, സന്തോഷം കൊണ്ട് താങ്കളെ രക്ഷിപ്പാൻ യേശു ക്രിസ്തു ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, ഈ ദേശത്ത് കടന്നു വന്ന് മാറ്റമില്ലാത്ത നിത്യരക്ഷയുടെ സന്ദേശം, അങ്ങയുടെ അനുഗ്രഹീതമായ വചനം, അനുഭവ സാക്ഷ്യമൊക്കെ വിളംബരം ചെയ്യുക ഞങ്ങളെ ദൈവം ഉപയോഗിച്ചതിനായി നന്ദി പറയുന്നു. ഇത് കേട്ട ഈ സ്നേഹമുള്ള ജനത്തോട് അങ്ങേക്ക് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധമാകുന്ന ആവശ്യങ്ങളുടെ മേൽ ഭാരത്തിലും പ്രയാസത്തിലും ആകുല ചിന്തയിലും ഇരിക്കുന്ന ഈ ജനത്തോട് ദൈവത്തിന് കരുണ തോന്നണമേ. അവരെ ആശ്വസിപ്പിക്കണമേ. വഴികളും നന്മകളും ഒരുക്കി കൊടുത്തവരെ വഴി നടത്തണം. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, തലമുറയെ ചൊല്ലി ഭാരപ്പെടുന്നവർ, കർത്താവേ ഒറ്റപ്പാട് അനുഭവിക്കുന്നവരുണ്ട്. ദൈവം അവരെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും സ്വർഗം നിറയ്ക്കണം. അതിലുപരിയായി നിത്യരക്ഷയ്ക്ക് അവകാശികളായി മാറുവാൻ സ്വർഗം അവരെ വേർതിരിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ മഹത്വവും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.